ക്രിസ്മസ് ഒക്കെ അല്ലേ, കയ്യും വീശി വരാൻ പറ്റുമോ? കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ, നമ്മൾ കേക്ക് മേളയിൽ അടുത്ത കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നമ്മൾ പ്ലം കേക്കായിരുന്നു ഉണ്ടാക്കിയത്. ഹോളിഡേ ഇന്നിലെ സ്പെഷ്യൽ പ്ലം കേക്കായിരുന്നു. പക്ഷേ അതിന് ഡിഫിക്കൽട്ടി ലെവൽ ഇത്തിരി കൂടുതലാണ്. കുറച്ച് സമയം എടുത്ത് നമ്മൾ ഒരു ക്ഷമയോടെയൊക്കെ ഉണ്ടാക്കേണ്ട കേക്കാണത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം. നമുക്ക് ഹോളിഡേ ഇന്നിലെ പേസ്ട്രി ഷെഫ് സെന്തിലിനെ വെൽക്കം ചെയ്യാം. വെൽക്കം ഷെഫ്. ഹായ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കിയായിരുന്നു ഇവിടെ വന്നിട്ട്. അപ്പോൾ അത് ചിലർക്കൊക്കെ തോന്നി ഇത്തിരി ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് പ്ലം കേക്ക് ഞങ്ങൾ ഹോളിഡേയിൽ നിന്ന് വന്ന് വാങ്ങിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇത് വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ ഭയങ്കര ഫേമസ് കേക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക്. റെഡ് വെൽവെറ്റ് കേക്ക്, റെഡ് വെൽവെറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ അതൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? സോ വെൽവെറ്റി ആൻഡ് സോ സ്മൂത്ത്. പിന്നെ വൺ മോർ സ്പെഷ്യാലിറ്റി, നമ്മൾ ഇതിൽ മുട്ട യൂസ് ചെയ്യുന്നില്ല. മണ്ഡലകാലം നോർമലി എവരിവൺ ഹു വിഷസ് ടു ഹാവ് എൻ എഗ്ലെസ് കേക്ക്, ഇറ്റ്സ് പ്രിറ്റി ഗുഡ് കേക്ക്. ഇത് ക്രിസ്മസ് സീസൺ മാത്രമല്ല, മണ്ഡലകാലം കൂടിയാണ്. അപ്പം മലയ്ക്ക് പോകുന്നവരും മലയിടുന്നവരും ഒക്കെ എഗ്ലെസ് കേക്കാണ് വേണമെന്ന് താല്പര്യം ഉണ്ടാവുക. അപ്പോൾ എഗ്ലെസ് കേക്ക് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് കഴിക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ആപ്പിൾ വിനീഗർ എന്ന് പറഞ്ഞ സംഭവം. ആപ്പിൾ വിനീഗർ, ഓക്കെ. അതിന് അതിൻ്റെതായ ഫ്ലേവറും ഉണ്ട്. ആപ്പിളിന്റെ ഫ്ലേവർ, ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. പിന്നെ ഈ മുട്ടയ്ക്ക് പകരമാണ് നമ്മൾ ആപ്പിളും വിനീഗറും കേർഡിൽ ചെയ്യണത്. നമ്മൾ ശരിക്കുള്ള പാല് വിനീഗർ ഉപയോഗിച്ച് കേർഡിൽ ചെയ്യും. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഇത് മാത്രമാണ് കുറച്ച് സ്റ്റെപ്പ് എന്ന് പറയാനുള്ളൂ. ഒരു 15 മിനിറ്റ് മുമ്പ് പാലിൽ വിനീഗർ ചേർത്ത് അത് കേർഡിലാണുള്ള സമയം കൊടുക്കണം. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട് ദ പ്രോസസ്. ഓക്കെ. അപ്പോൾ പാലിൽ ഈ ആപ്പിൾ വിനീഗർ ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് മുമ്പ് വെച്ചേക്കാം അല്ലേ? വെച്ചേക്കാം. എന്നിട്ടാണ് മിക്സിങ് തുടങ്ങുള്ളൂ. അപ്പം ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം? നമുക്ക് ഇതിൽ ഷുഗർ, മിൽക്ക്, വിനീഗർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, വെജിറ്റബിൾ ഓയിൽ, റിഫൈൻഡ് ഫ്ലോർ. അപ്പോൾ നമ്മുടെ കേക്ക് മേക്കിംഗ് തുടങ്ങിയാലോ? തീർച്ചയായും തുടങ്ങാം. ആദ്യം എന്താണ്? ആദ്യം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വിനീഗർ ആപ്പിളിലേക്ക് മിക്സ് ചെയ്ത് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വെക്കണം. പാലിലേക്ക് മിക്സ് ചെയ്ത് അതൊരു കേർഡിലാൻ വേണ്ടിയാണ്. ഒരു 15 മിനിറ്റ് സമയം. അപ്പോൾ 200 ml പാലെടുത്തു, അതിലേക്ക് 20 ml ആപ്പിൾ വിനീഗർ മിക്സ് ചെയ്ത് വെച്ചു. ഒരു 10 മിനിറ്റ് എടുത്തു. 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ പാലിൽ വിനീഗർ മിക്സ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്തായിട്ടുള്ള നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഷുഗർ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്യും. 2.5 കപ്സ്, അതായത് 350 ഗ്രാം. 350 ഗ്രാം, 2.5 കപ്പ് അല്ലേ? 2.5 കപ്പ് ഫ്ലോർ ഇവിടെ മിക്സ് ചെയ്തു. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഓരോ ടീസ്പൂണാണ്. ടേബിൾ സ്പൂൺ ആകുമ്പോൾ ഒത്തിരി കൂടുതലായിപ്പോൾ. ഓക്കെ. കൊക്കോ പൗഡർ 30 ഗ്രാം ഇതിലേക്ക് മിക്സ് ചെയ്തു. കൊക്കോ പൗഡർ നല്ലോണം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ സീവ് ചെയ്യണം എന്നൊന്നുമില്ല അല്ലേ? വെറുതെ മിക്സ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്ര സിമ്പിൾ ഈസി കേക്കാണ്. അപ്പോൾ ഇന്നലെ പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കി ക്ഷീണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷെഫ് ഇന്ന് ഏറ്റവും ഈസിയസ്റ്റ് കേക്കാണ് എടുത്ത് തന്നിരിക്കുന്നത്. ഒന്നും നമ്മൾ സാധാരണ കേക്കിന് നമ്മൾ ഈ ബേക്കിംഗ് പൗഡറും മൈദയും വേണമെങ്കിൽ വെക്കാം. ചിലപ്പം ഇതിൽ ഡസ്റ്റോ അല്ല ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. നമ്മളിത് ഓൾറെഡി സീവ് ചെയ്ത് നമ്മൾ സ്റ്റോർ എടുക്കുന്നു. പക്ഷെ നമ്മൾ മിക്സ് ആവാനും കൂടി വേണ്ടിയിട്ടാണല്ലോ അല്ലേ സീവ് ചെയ്യുന്നത്? കുഴപ്പമില്ല, ഇത് അങ്ങനെ മിക്സ് ചെയ്താലും മതി. മിക്സ് ചെയ്താൽ ഓക്കെ. നമ്മൾ ഇതിലേക്ക് ഷുഗർ, ബാക്കിയുള്ള ഷുഗർ നമ്മളിവിടെ ഇതൊക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആയി. ഇപ്പം ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാല് കേർഡിലായിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വലിയൊരു കുഴി പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്കാണ് ഈ കേർഡിലായിട്ടുള്ള പാൽ ഒഴിച്ചത്. എന്നിട്ട് ഓയിൽ ഒഴിക്കും. ഓയിൽ എത്രയായിരുന്നു പറഞ്ഞത്? ഓയിൽ 2/3 കപ്പ്, അതൊരു 160 ml അപ്രോക്സിമേറ്റ് വരും. അപ്പോൾ നമ്മൾ ഓയിൽ ഇതിൽ മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് ആണ്. സോ ഓഫ് കോഴ്സ് വി നീഡ് റെഡ് കളർ.
ഇത് ഏത് കൊച്ചിനീൽ കളറാണ് അല്ലേ? കോഷണൽ റെഡ് കളറാണ്, റാസ്ബെറി റെഡ് കളറാണ്. ഇതൊരു 50 ml റെഡ് കളർ വേണ്ടി വരും ഈ ചെറിയൊരു ബാച്ചിന്. 50 ml വേണം അല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വേണം. റെഡിഷ് കളർ നല്ല റെഡ് കിട്ടും, ആ ഒരു ബീട്രൂട്ട് റെഡ് വരണം അല്ലേ? ഓക്കെ, 50 ml ആണ് കളർ വേണ്ടത്. ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം, വിസ്ക് വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഈ എഗ്ലെസ് കേക്ക് പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ സാധാരണ സ്പഞ്ചിനാണ് എഗ്ഗ് വേണമെന്ന് നിർബന്ധമുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ അല്ലെങ്കിലും എഗ്ഗ് ഇല്ലെങ്കിലും ഇത് നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയി വരും. ഇതും നല്ലോണം വരും എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിനീഗറും മിൽക്കും കൂടെ ചെയ്യുമ്പോൾ അത് റേസിംഗ് ഏജന്റ് ആയിട്ട് ആഡ് ചെയ്യും. എഗ്ഗിന് പകരം എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ അതിന് സ്മൂത്ത്നെസ്സും അതായത് ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ അതേ സെയിം ക്വാളിറ്റി നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴും കിട്ടും. അതിപ്പോൾ ഇതിന് റെഡ് വെൽവെറ്റിന് മാത്രമല്ല, ബാക്കി ഏത് കേക്ക്സിനാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇല്ല, പറ്റില്ല. ഓരോ റെസിപ്പിക്കും അതിൻ്റെ റെസിപ്പി ഫോളോ ചെയ്യണം അല്ലേ? ഇപ്പോൾ പ്രേമം സിനിമയൊക്കെ വന്ന പിന്നെ റെഡ് വെൽവെറ്റ് കേക്ക് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുണ്ട്. അതിൽ കാമുകിക്ക് സെർവ് ചെയ്യുന്ന കേക്ക് അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഷെഫും പറഞ്ഞു ഇവിടെ അധികം ആ പ്രേമം സിനിമ റിലീസ് ആയതിൽ പിന്നെ കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൽ ഷുഗർ ഉണ്ട്, ഷുഗർ മിക്സ് ആവുന്ന നേരെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ കിട്ടും. ശരിക്കും സാധാരണ കേക്കിന്റെ ബാറ്ററിനേക്കാളും കുറച്ച് ലൂസ് ആണ് അല്ലേ കൺസിസ്റ്റൻസി? ഓക്കെ, അപ്പോൾ ഇതിൽ ഓയിലും മിൽക്കൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ഭയങ്കര ലൂസ് ആയിരിക്കും. പക്ഷെ അതേപോലെ തന്നെ ഇതിന്റെ ബേക്കിംഗ് ടെമ്പറേച്ചർ കുറവ് ചെയ്തിട്ട് കൂടുതൽ ടൈം ബേക്ക് ചെയ്യണം. മറ്റേ കേക്കുകളൊക്കെ ഒരു 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യുമ്പോൾ ഒരു 165-170 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു ബേക്ക് ആകാൻ ഒരു 35-40 മിനിറ്റ് ആവും. അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ നല്ല ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ബാറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഈ വിസ്കോണ്ട് തന്നെ മിക്സ് ചെയ്യണം അല്ലേ? അത് മിക്സ് ചെയ്യാം, ഹാൻഡ് മിക്സർ ഒന്നും വേണം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയായി മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം. എന്നിട്ട് ഒരു 30 to 40 മിനിറ്റ്സ് വെക്കണം. അത് കഴിഞ്ഞ് കേക്ക് റെഡിയായി വന്നിട്ടാണ് അതിൻ്റെ ബാക്കി ഫ്രോസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി അല്ലേ? കേക്ക് റെഡി, നല്ല ബീട്രൂട്ടിൻ്റെ കളറിൽ വന്ന് നിൽക്കുന്ന കേക്ക്. അതിന് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ലെയർ ചെയ്ത് വെച്ചേക്കാം. നമ്മളുടെ ഉണ്ടാക്കിയ കേക്ക് ഒരു 3 ലേയേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല സ്മൂത്ത് കേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേക്കൊക്കെ ട്രിം ചെയ്യുമ്പം അതിൻ്റെ എഡ്ജസ് ഒക്കെ കുറേ വീടും. സാധാരണ വേസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല നമുക്ക് അത് തന്നെ ഉപയോഗിച്ച് ഒരു ഗാർണിഷ് പോലെ ചെയ്യും. അപ്പം ഇതേ കേക്കിൻ്റെ ഒരു ട്രിമ്മിങ്സ് ആണ് ഞാനിവിടെ പൊടിയാക്കി എടുത്തിരിക്കുന്നത്. ആ കേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് എടുക്കുമല്ലോ, അപ്പോൾ ആ മോൾ ഭാഗമൊക്കെ ഉണ്ടല്ലോ, കുറച്ച് മൊരിഞ്ഞ ഭാഗങ്ങളൊക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ മാറ്റി വയ്ക്കാറില്ലേ പതിവ്. അപ്പോൾ അതിനെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താൽ അത് നമുക്ക് മോളിൽ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം അല്ലേ? പിന്നെ ഇനി അതിന്റെ ഫ്രോസ്റ്റിംഗ് ആണ് അല്ലേ? ഫ്രോസ്റ്റിംഗ് അതിന് എന്തൊക്കെ വേണം? റെഡ് വെൽവെറ്റ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. ഓക്കെ, അതായിരിക്കും കൂടുതൽ റെഡ് വെൽവെറ്റിന്റെ കൂടെ കൂടുതലായിട്ട് പോകുന്നത്, ഗസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. ഇതിപ്പോൾ ക്രീം ചീസ് ഇവിടെ ഉണ്ട്, പിന്നെ എന്താണ് വിപ്പിംഗ് ക്രീം ഉണ്ട്, ഐസിംഗ് ഷുഗർ. ഓക്കെ, പിന്നെ ഈ ചീസ് ഫ്രോസ്റ്റിങ്ങിന് കുറച്ചും കൂടെ ഇന്റൻസിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഓറഞ്ചിന്റെ റിൻഡ് ഇടുന്നുണ്ട്. എവിടെ ഇടും ഈ ഷുഗർ? ക്രീം മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ക്രീം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് അറൗണ്ട് 200 ml ക്രീം മതിയാവും ഒരു കേക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ക്രീം ആദ്യം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്രീം വിപ്പ് ചെയ്യുന്നൊക്കെ ആകുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ ചീസ് എടുത്ത് വെളിയിൽ വെക്കണം. ക്രീം നമ്മൾ ഫ്ലഫി ആക്കി എടുക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഈ ക്രീം ചീസ് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കണം അല്ലേ? അതെ, നമുക്ക് നമ്മുടെ ക്രീം വിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ 3/4 വിപ്പായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 200 ഗ്രാം ഐസിംഗ് ഷുഗറും 200 ഗ്രാം ക്രീം ചീസ് മതിയാണ്. ആദ്യം നമ്മൾ ഐസിംഗ് ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി ആണ് അല്ലേ? എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ക്രീമും 200 ഗ്രാംസ് ആണ്, ഐസിംഗ് ഷുഗറും 200 ഗ്രാംസ്, പിന്നെ ക്രീം ചീസ് 200 ഗ്രാംസ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രീം ചീസ് നമ്മൾ 1 മണിക്കൂർ മുമ്പ് ഇപ്പോൾ വെളിയിൽ വെച്ചതാണ്. അത് കാരണം അത് ഒത്തിരി ബീറ്റ് ചെയ്യരുത്, കുറച്ച് ഹാൻഡിൽ ചെയ്യുക. പരമാവധി കൈ കൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എഗ് ബീറ്ററിലാണെങ്കിൽ തന്നെ ലോയിലിട്ടിട്ട് ജസ്റ്റ് ഒരു സമയം ഒന്ന് മിക്സ് ആവുന്ന വരെ.
ക്രീം ഇപ്പോൾ ശരിക്കും വിപ്പായിട്ടുണ്ട്. നമുക്ക് ക്രീം ചീസ് കൊടുക്കാം. ക്രീം ചീസ് പറ്റുവാണെങ്കിൽ നല്ലോണം ഒന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മാഷ് ചെയ്ത് അതിൻ്റെ ലംസൊക്കെ കളഞ്ഞ് കുറേശ്ശെ കൊടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്മൂത്തി ആയിട്ടുള്ള ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഓറഞ്ച് റിൻ്റെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഗ്രേറ്റ് ചെയ്തിട്ടേ? ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കില്ല. ഇപ്പം വരാൻ പോകുന്നത് ഓറഞ്ച് ഫ്ലേവർ ആണെന്ന് ഷെഫ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് കട്ട് ചെയ്ത് നീറ്റായിട്ട് ട്രിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് കവർ ചെയ്യേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എടുത്ത് കഴിക്കാനുള്ള ഒരു ഫീലും കിട്ടും. നമ്മൾ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഓറഞ്ച് ഡ്രിൻ്റെ ലെമൺ ഡ്രിൻ്റെ ഒക്കെ ഇടാറുണ്ടല്ലോ. അപ്പം അതിൻ്റെ ആ ബിറ്റർ ടേസ്റ്റ് വരും. ചിലർക്ക് ഇങ്ങനെ വന്നു എന്ന് പറയാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഇതാണ്. അതിൻ്റെ ആ സ്കിന്നിൻ്റെ അകത്ത് ആ വൈറ്റർ പാർട്ട് ഉണ്ടല്ലോ, അത് ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ വരരുത്. നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുമ്പം ആ പുറത്തെ ഭാഗം മാത്രം, സ്കിന്നിൻ്റെ പുറം ഭാഗം മാത്രം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും, അതിൻ്റെ ബിറ്റർ ടേസ്റ്റ് വരില്ല. അപ്പോൾ നമുക്കിത് ഫൈനലായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. കേക്ക് ഇവിടെ റെഡിയായി, ഷുഗർ സിറപ്പ് നമ്മുടെ റെഡിയായി, കേക്ക് ഫ്രോസ്റ്റിംഗ് റെഡിയായി. ഓറഞ്ച് ഡ്രിൻ്റെ ഒക്കെ ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്തു. അതിൻ്റെ ഫ്ലേവർ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വരുന്നുണ്ട്. ഇപ്പോൾ ഷെഫിൻ്റെ താല്പര്യപ്രകാരം ഓറഞ്ച് ഡ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഏത് ഫ്ലേവറാണോ ആ ഒരു എസൻസ് നിങ്ങൾക്ക് ചേർക്കാം ഫ്രോസ്റ്റിങ്ങിൻ്റെ കൂടെ. നമ്മൾ കേക്ക് ഉണ്ടാക്കാം. ജനറൈസ് ആയിട്ട് ചിലർക്ക് സിറപ്പിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവ് മതി. എനിക്ക് സിറപ്പ് കൂടുതലുള്ള ഇഷ്ടം. ഐ വോണ്ട് മൈ കേക്ക് ടു ബി വെരി സോഫ്റ്റ്. ഓക്കെ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ സിറപ്പ്. കൂടുതലല്ല, ഒരു മിനിമം ക്വാണ്ടിറ്റി ഞാൻ അപ്ലൈ ചെയ്യും. അത് നന്നായിട്ട് നല്ല ഇങ്ങനെ വായിലിടുമ്പോൾ തന്നെ മെൽറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്. ഇതിൽ സിറപ്പിൽ നമ്മൾ കുറച്ച് ഓറഞ്ച് റിൻറ്റും വാനില എസൻസും ആഡ് ചെയ്യാറുണ്ട്. മൊത്തത്തിലൊരു ഓറഞ്ച് ഫ്ലേവർ ഉണ്ടാവും. മൊത്തത്തിലൊരു ഓറഞ്ച് ഫ്ലേവറാണ്. നമ്മൾ കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കില്ല. ഇപ്പം വരാൻ പോകുന്നത് ഓറഞ്ച് ഫ്ലേവർ ആണെന്ന് ഷെഫ് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് സോക്ക് ചെയ്ത കേക്ക് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഒരു ബീറ്റ്റൂട്ട് റെഡും വൈറ്റും. ഈ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഹിസ്റ്ററി നോക്കിയപ്പോഴുണ്ടല്ലോ, ഈ വേൾഡ് വാറിൻ്റെ ടൈമിലൊക്കെ ആളുകൾ കേക്ക് ഉണ്ടാക്കുമ്പം ബീട്രൂട്ട് ജ്യൂസൊക്കെ യൂസ് ചെയ്തിട്ട് ആ കളറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ യൂസ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കാറുണ്ട് അത്ര. അപ്പം അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ റെഡ് വെൽവെറ്റ് ഒക്കെ ആയി വന്നിട്ടുണ്ടാവുക. അടുത്ത ലെയർ ആഡ് ചെയ്യാം. മൊത്തം 3 ലെയേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ കേക്ക്. ചില വീട്ടിലൊക്കെ ചെയ്യുമ്പം ചിലപ്പം വീട്ടമ്മമാർക്ക് കേക്കിന് അങ്ങനെ ഫിനിഷിങ് കിട്ടില്ല. പക്ഷേ ഈ കേക്കിന് അങ്ങനെ ഫിനിഷിങ്ങിൻ്റെ യാതൊരു ചിന്തയും വരുന്നില്ല. നമ്മൾ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ മുകളിൽ വശം ഇത്തിരി ഫിനിഷിങ് ഇല്ലെങ്കിലും നമ്മൾ ആ ക്രം കോട്ടിട്ട് ഫിനിഷ് ചെയ്യും. അത് മോൾ ഭാഗമാണ് സാധാരണ കേക്കിൻ്റെ നല്ലൊരു ലുക്കില്ലാതെ പോവും എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ ആ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ആദ്യമേ, എന്നിട്ട് അതിനെയാണ് ഇവിടെ പൊടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഗാർണിഷിന് എടുക്കുകയും ചെയ്യാം അല്ലേ. ഇപ്പോൾ സെക്കൻഡ് ലെയർ നമ്മൾ ഷുഗർ സിറപ്പ് ഇട്ട് നന്നായി കോട്ട് ചെയ്തു. ഇനി ഇതിൽ എന്തൊക്കെയോ നമുക്ക് ഒരു ഫ്ലേവേഴ്സ് കൊടുക്കാം. ഇതിൻ്റെ കൂടെ റെഡ് വെൽവെറ്റിൻ്റെ ചോക്ലേറ്റും സ്ട്രോബെറി മേലെ ചോക്ലേറ്റിൻ്റെ ഫില്ലിംഗ് ഇട്ടിട്ട് ഫ്രഷ് സ്ട്രോബെറി കുക്ക് ചെയ്ത് നമ്മളിടുകയാണെങ്കിൽ അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. സ്ട്രോബെറി കുക്ക് ചെയ്തിട്ട് നമ്മൾ അകത്ത് ഫില്ലിംഗ് കൊടുക്കാനാണോ? ഫില്ലിംഗ് കൊടുക്കണം. സ്ട്രോബെറി കുറച്ച് ഷുഗർ ഇട്ട് കുക്ക് ചെയ്ത് ഉള്ളിൽ ഫില്ലിംഗ് കൊടുത്ത് അതും നല്ല ഈ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് നന്നായിട്ട് പോകും. അപ്പോൾ ഇനി ഇതിന് കുറച്ചും കൂടി റിച്ച് ആക്കണമെന്ന് തോന്നിയാൽ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ സ്ട്രോബെറി നമ്മൾ ഷുഗറിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് അതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അല്ലേ, നല്ല ഗ്ലേസ് ആയിരിക്കും, കാണാനും നല്ല രസമായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ലെയറും കൂടി നമുക്ക് വെക്കാം.
നമ്മളതിൽ ടോപ്പ് ലെയറിൽ സിറപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഫൈനലായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ക്രീം ചീസ് ഫില്ലിംഗ് ഇട്ടിട്ട് അതും കൂടി അങ്ങ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ്സ് നമ്മൾ കവർ ചെയ്യുന്നില്ല. സൈഡ്സ് നമ്മൾ എന്താ ചെയ്യുമ്പോൾ വെച്ചാൽ ഇപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്, റെഡ് വൈറ്റ് റെഡ് വൈറ്റ്. നമ്മളത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ അപ്പിയറൻസ് പോകും. അത് കാരണം നമ്മൾ ഇത് ജസ്റ്റ് കട്ട് ചെയ്ത് നീറ്റായിട്ട് ട്രിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് കവർ ചെയ്യേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എടുത്ത് കഴിക്കാനുള്ള ഒരു ഫീലും കിട്ടും. കളർ കോമ്പിനേഷൻ അങ്ങനെ കിട്ടും. നമ്മളതിൻ്റെ 4 വശം നീറ്റായിട്ട് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് വെക്കണം. കേക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കട്ട് ചെയ്താൽ ഈസി ആയിട്ട് കേക്കിൻ്റെ ആ ഫിനിഷിങ് കിട്ടും, ഈസി ആയിട്ട് കട്ടും ചെയ്യുന്നു. നമ്മുടെ കേക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അത് ഫ്രീസറിൽ വെച്ചാൽ നമ്മൾ എഡ്ജസ് ട്രിം ചെയ്യാനും കട്ടിങ്ങിനും ഈ ക്രീം ഒന്ന് സെറ്റ് ആവും. ഇപ്പോൾ നമ്മുടെ ക്രീം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് സെറ്റ് ആകാൻ വേണ്ടി 2 മണിക്കൂർ ഫ്രീസറിലോ ചില്ലറിലോ വെക്കാം. ഫ്രീസറിൽ വെച്ചാൽ നന്നായിരിക്കും, അത് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും, ഈസി ആയിട്ട് കിട്ടും. ഇന്നിപ്പം മാക്രോൺസ് ഒക്കെ ഷെഫ് വെച്ചേനെ, പക്ഷേ ഇത് എഗ്ലെസ് കേക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ? എത്ര ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ? ഇത് ചീസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു 2 തൊട്ട് 3 ദിവസം വരെ ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാം. അതായത് ഷെഫ് പറഞ്ഞത് ഇതാണ്, നമ്മൾ കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ട് സ്ലൈസ് ചെയ്ത് അതിൽ ഷുഗർ സിറപ്പൊക്കെ കോട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ ഫ്രോസ്റ്റിംഗ് മുഴുവൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ സൈഡ്സ് 4 സൈഡ്സും കട്ട് ചെയ്ത് ലെവൽ ചെയ്തല്ലോ, അതിനു മുമ്പ് ഈ കേക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത കേക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കട്ട് ചെയ്താൽ അത് ഒന്നും കൂടി ആ സൈഡ്സൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പറ്റും എന്നാണ് ഷെഫ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്യാം. എന്തായാലും കുറേ നേരമായി വെറുതെ ഇരിക്കുന്നു, അപ്പോൾ ചെറിയൊരു പണി കൊടുക്കാം. ഒക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് വെറുതെ ഒന്ന് വെതറിയാൽ മതി അല്ലേ? ഔട്ടറിലൊന്നും കുറച്ച് ഡെൻസിറ്റി. ഇത് നമ്മൾ പ്രത്യേകിച്ച് പുതിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ കേക്കിൻ്റെ തന്നെ ആവശ്യമില്ലാതെ നമ്മൾ മുറിച്ച് കളഞ്ഞ ആ പാർട്സൊക്കെ എടുത്ത് നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനത്തെ ഏത് ടൈപ്പിലുള്ള ഗാർണിഷിങ് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇടുകയാണെങ്കിൽ, കുറച്ച് ക്യാൻഡീസ് ഒക്കെ ഇടുകയാണെങ്കിൽ അത് കുറച്ച് ക്രിസ്മസിനൊക്കെ കൂടുതൽ അട്രാക്ഷൻ കിട്ടും. ഇതിപ്പോൾ നമ്മുടെ ഷെഫ് ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്ന അതെ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഗാർണിഷിങ് സെലക്ട് ചെയ്തു. പരമാവധി ഈ സ്പേസ് ഒന്നും കാണാത്ത രീതിയിൽ ഇത് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇനി അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾസ് ഒക്കെ വേണമെങ്കിൽ വെതറി കൊടുക്കാം അല്ലേ? കൂടുതൽ അട്രാക്ഷൻ ചെയ്യും. അതെ, ഈ മാക്രോൺസോ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ. ഇന്നിപ്പം മാക്രോൺസ് ഒക്കെ ഷെഫ് വെച്ചേനെ, പക്ഷേ ഇത് എഗ്ലെസ് കേക്കാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു അട്രാക്റ്റീവ് കേക്ക്. ഇത് ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ? എത്ര ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ? ഇത് ചീസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു 2 തൊട്ട് 3 ദിവസം വരെ ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവാണ് ശരിക്കും. ആ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ വന്നിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നത് അപ്പോൾ ഷെഫ് നമുക്ക് പറഞ്ഞു തന്നു അല്ലേ? പിന്നെ ഇത്രയും കൂടെ കുറച്ച് പണിയുള്ളത് ഫ്രോസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? കേക്ക് മേക്കിംഗ് പിന്നെ എളുപ്പമായിരുന്നു, പിന്നെ ഫ്രോസ്റ്റിംഗ് ആണ്. പിന്നെ നമുക്ക് ഇത്തിരി ഒരു ക്രീം ചീസും വിപ്പിംഗ് ക്രീമും ഒക്കെ എല്ലാമായിട്ട് ബീറ്റ് ചെയ്താൽ മതി. അതും ഷെഫിന് ഈസിയാണെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെഡ് വെൽവെറ്റ് കേക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്നും എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഷെഫ്മാരൊക്കെ വരുന്നത് വലിയ വലിയ ലെങ്തി പ്രോസസ്സുള്ള കേക്കൊക്കെ കൊണ്ടാണ്. അപ്പോൾ എന്നെ കൊണ്ട് ഇവർ കേക്ക് ഉണ്ടാക്കാൻ സമ്മതിപ്പിക്കുന്നില്ല. ചിലപ്പോൾ ഇവരെക്കാളും നല്ല കേക്ക് ഉണ്ടാക്കിയാലോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കാം. പേടിക്കണ്ട. ഇനിയിപ്പം എന്തായാലും ഞാൻ ഈ ക്രിസ്മസ് ആവുന്നതിന് മുമ്പ് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ വീണ്ടും പുതിയ കേക്കുകളുമായി നമുക്ക് കാണാം കേക്ക് മേളയിലൂടെ.